യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, യഹോവയുടെ വചനം, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. 2 യാഥാർത്ഥ്യങ്ങൾ ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, നശ്വരമായ മനുഷ്യൻ്റെ ജീവിതം. ഈ കാണുന്നതെല്ലാം നശിച്ചു പോകുന്നതിൻ്റെ മീതെ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. പത്രോസ് അത് പിന്നെയും ഉദ്ധരിക്കുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 24 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി, പൂ ഉതിർന്നുപോയി. അടുത്ത വാക്യം, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സകലതും മാറിപ്പോകും. പറഞ്ഞവർ മാറും, പ്രവചിച്ചവർ മാറും, സാഹചര്യങ്ങൾ മാറും, കൂട്ടുകാർ മാറും. പക്ഷേ നിന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം മാറത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. വചനത്തിൽ വിശ്വസിക്കുക, വചനത്തിൽ ആശ്രയിക്കുക. വചനം നമ്മെ വിടുവിക്കും, വചനം നമ്മെ സഹായിക്കും. ഗാഡ് ബ്ലെസ് യു.